നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ കാണിക്കയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് അധികൃതർ. ജനുവരി 22 രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. കോടികളുടെ സ്വർണവും വെള്ളിയും പണവുമാണ് ക്ഷേത്രത്തിന് വരുമാനമായി ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 10 കിലോഗ്രാമോളം സ്വർണവും 25 കിലോഗ്രാം വെള്ളിയും ക്ഷേത്രത്തിലേക്ക് എത്തി. ഇതിനു പുറമെ പണമായും ചെക്കായും ഡ്രാഫ്റ്റായും 25 കോടി രൂപയും ഒരു മാസത്തിനകം ക്ഷേത്രത്തിന് വരുമാനമായി ലഭിച്ചു. അതേസമയം ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയുടെ കണക്ക് സമാഹരിച്ചിട്ടില്ലാത്തതിനാൽ ഈ വഴിയുള്ള തുക ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു. ഇതുകൂടി കണക്ക് കൂട്ടുമ്പോൾ കോടികൾ ഇനിയും ഉയരും. ഈ കാലയളവിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം പേർ ക്ഷേത്രത്തിൽ എത്തിയെന്നാണ് കണക്ക്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കോടീശ്വരന്മാരടക്കം രാമക്ഷേത്ര ദർശനത്തിനായി അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഏപ്രിൽ 17 രാമനവമി ആഘോഷങ്ങൾ വരാനിരിക്കുകയാണ്. രാമനവമി എത്തുന്നതോടെ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ എണ്ണത്തിലും കാണിക്കയായി ലഭിക്കുന്ന വരുമാനത്തിലും വലിയ വർധനവുണ്ടാകുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. രാമനവമി എത്തുന്നതോടെ ഏതാണ്ട് 50 ലക്ഷത്തോളം ഭക്തർ ഈ സമയത്ത് മാത്രം ക്ഷേത്രത്തിലെത്തുമെന്നാണ് കരുതുന്നത്. ഇത് കോടികളുടെ വരുമാനം ക്ഷേത്രത്തിന് വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. രാമനവമി സമയത്ത് കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്ന തുകയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് 3 അത്യാധുനിക ഓട്ടോമാറ്റിക് നോട്ടെണ്ണൽ മെഷീനുകളും SBI ക്ഷേത്ര കോംപ്ലക്സിൽ സ്ഥാപിക്കും. നിലവിൽ 2 ഷിഫ്റ്റുകളായിട്ടായിരിക്കും പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്. തീർത്ഥാടകർക്ക് രസീത് നൽകുവാനായി ഒരു ഡസനോളം കമ്പ്യൂട്ടർവൽകൃത കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതിനു പുറമെ അത്രയും എണ്ണം ബോക്സുകളും കാണിക്കയിടാനായി ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഉടൻ തന്നെ പൂർണ്ണ സ്വച്ഛമായ ഒരു കൗണ്ടിംഗ് റൂം പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായി ക്ഷേത്ര കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുമെന്നും പ്രകാശ് ഗുപ്ത പറഞ്ഞു. സംഭാവനകളും കാണിക്കകളും ചെക്കുകളും ഡ്രാഫ്റ്റുകളും പണമായുള്ള നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് SBI ചുമതലപ്പെടുത്തിക്കൊണ്ട് ബാങ്കും ക്ഷേത്ര ട്രസ്റ്റും ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിച്ച സ്വർണവും വെള്ളിയും മറ്റ് അമൂല്യ ലോഹങ്ങളും ഒരുക്കി സൂക്ഷിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര സർക്കാരിന്റെ നാണയ നിർമ്മാണ കേന്ദ്രത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിനായി ഉദ്യോഗസ്ഥരെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര പറഞ്ഞു. പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്ര മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 380 അടി കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് ക്ഷേത്രത്തിന്റെ നീളം. 161 അടി ഉയരവും 250 അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് 3 നിലകളുണ്ട്. ഓരോ നിലയ്ക്കും 20 അടി ഉയരവുമുണ്ട്. 392 തൂണുകളും 44 വാതിലുകളുമുണ്ട്. ട്രസ്റ്റ് ട്വിറ്ററിൽ കുറിച്ചു, പ്രധാന ശ്രീകോവിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാലരൂപമായ ശ്രീറാം ലല്ലയുടെ വിഗ്രഹം 1-ാം നിലയിൽ ശ്രീറാം ദർബാറും ഉണ്ടാകുമെന്ന്. 732 മീറ്റർ നീളവും 14 അടി വീതിയുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുമുണ്ട്. ക്ഷേത്രവളപ്പിൽ 4 മൂലകളിലും 4 ക്ഷേത്രങ്ങളുമുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗം അന്നപൂർണ ദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാന്റെ ക്ഷേത്രവുമാണുള്ളത്. പുരാതന കാലത്തുള്ള ചരിത്ര പ്രസിദ്ധമായ കിണറും ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ 14 മീറ്റർ കനമുള്ള റോളർ കോമ്പാക്ട് കോൺക്രീറ്റിന്റെ പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൃത്രിമ പാറയുടെ രൂപം നൽകുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ്, അഗ്നിസുരക്ഷാ ജലവിതരണം, വൈദ്യുത നിലയം എന്നിവ എല്ലാം ഉണ്ട്. 25,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളാവുന്ന പൽഗ്രീസ് ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുമുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ, ലോക്കർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അത്ഭുതവും വിശ്വാസവും ഇടകലർന്ന ഒരിടമുണ്ടെങ്കിൽ അത് അയോധ്യ ക്ഷേത്രം മാത്രമാണ്.